നിങ്ങളുടെ ലൈഫിൽ എന്താണ് അവസാനമായിട്ട് ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞിട്ടുള്ളത്? നന്ദി പറയുക. ഇപ്പം നമ്മളൊരാൾ സഹായിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ തിരിച്ച് താങ്ക് യു എന്ന് പറയും. ആ ഒരു താങ്കിനെ കുറിച്ച് മാത്രമല്ല ഞാൻ പറയുന്നത്. നിങ്ങളുടെ ലൈഫിൽ നിലവിൽ എന്തൊക്കെയുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ നന്ദി പറയുന്നുണ്ടോ? ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നിങ്ങൾക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള ബോഡി ഉണ്ട്, കൈയുണ്ട്, കാലുണ്ട്, കൈകളുണ്ട്, ഫുഡ് കഴിക്കാൻ പറ്റുന്നുണ്ട്, കാലുണ്ട്, നടക്കാനും ചാടാനും ഓടാനും പറ്റുന്നുണ്ട്. അപ്പം നിലവിലൊരു ജോലി ഉണ്ടെങ്കിൽ ജോലിയോട് നന്ദി പറഞ്ഞിട്ടുണ്ടോ? അല്ലെങ്കിൽ ഇപ്പോൾ താമസിക്കാൻ വീടുണ്ട്, വീടിനോട് നന്ദി പറഞ്ഞിട്ടുണ്ടോ? ഇപ്പോഴത്തെ ആളുകളുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും കുറവിലേക്കാണ് നോക്കുന്നത്. എനിക്ക് നല്ലൊരു ജോലിയില്ല, എനിക്ക് നല്ലൊരു സാലറി ഇല്ല, എനിക്ക് നല്ലൊരു വീട് പണിയാൻ പറ്റുന്നില്ല. എപ്പോഴും കംപ്ലയിൻസ് ആണ്, കംപ്ലയിൻസോട് കംപ്ലയിൻസ്. അപ്പോൾ നമ്മൾ എപ്പോഴും കംപ്ലയിൻസ് പറയുമ്പോഴത്തേക്ക് നാച്ചുറലി നമ്മുടെ ബ്രെയിനകത്ത് റിലീസ് ചെയ്യുന്നത് സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള കെമിക്കൽസ് ആണ്, അല്ലേ? കോർട്ടിസോൾ പോലുള്ള കെമിക്കൽസ് റിലീസ് ചെയ്യുക. അതിലൂടെ നമ്മുടെ ഹെൽത്തിനെയും പല റിലേഷൻഷിപ്പിനെയും ബാധിക്കും. മറിച്ച് നിങ്ങൾ ഗ്രേറ്റ്ഫുൾ ആണെങ്കിൽ, നന്ദിയുള്ളവരാണെങ്കിൽ, ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ ബ്രെയിനകത്ത് റിലീസ് ചെയ്യുന്നത് നല്ല സെറോട്ടോണിനും നല്ല നല്ല ഗുഡ് കെമിക്കൽസ് റിലീസ് ചെയ്യാൻ തുടങ്ങും. അതിലൂടെ നിങ്ങളുടെ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യും, നിങ്ങളുടെ റിലേഷൻഷിപ്പ് ബെറ്റർ ആവും, കരിയർ ബെറ്റർ ആവും. അങ്ങനെയുള്ള ഒരുപാട് ഗുണങ്ങളുണ്ട്. നിങ്ങൾ ആഗ്രഹിച്ച ഗോൾസ് എല്ലാം മാനിഫെസ്റ്റ് ചെയ്യാൻ തുടങ്ങും. ആ ഒരു റിയാലിറ്റിയിലേക്ക് നിങ്ങൾ വരും. അപ്പോൾ നിങ്ങൾ കൂടുതൽ ഹാപ്പി ആയിട്ടുള്ള സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യാൻ തുടങ്ങും. നമുക്കറിയാം, നമ്മുടെ മൈൻഡ് എന്ന് പറയുന്നത് ഒരു മാഗ്നറ്റാണ്. നിങ്ങൾ ഏതിലേക്കാണോ കൂടുതൽ ഫോക്കസ് കൊടുക്കുന്നത് അത് നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ തുടങ്ങും. ഇനി എങ്ങനെ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യാന്നുള്ളത് നമുക്ക് നോക്കാം. ഇത് പ്രാക്ടീസ് ചെയ്യാൻ പറ്റിയ സമയം എന്ന് പറയുന്നത് മോർണിംഗ് കാലത്ത് എണീച്ചതിന് ശേഷം അല്ലെങ്കിൽ കിടക്കുന്നതിന് മുമ്പുള്ള ടൈം. ആ ഒരു ടൈമിൽ ഒരു മിനിമം 10 ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയാം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ മൊബൈൽ എനിക്ക് തന്നതിൽ ഞാൻ ദൈവത്തോട് നന്ദി പറയുന്നു. മൊബൈൽ ഉള്ളതുകൊണ്ട് എനിക്ക് പലരെയും കോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്, സോഷ്യൽ മീഡിയ ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്, സിനിമ കാണാൻ പറ്റുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ പറയാം. അതായത് എന്ത് കാര്യം എടുത്താലും അതിന് റീസൺ പറയണം. അപ്പോൾ മൊബൈലിൻ്റെ കാര്യം പറഞ്ഞു. അപ്പോൾ ഇനി ഈ സ്റ്റേറ്റ്മെൻറ്റ് പറയുമ്പോഴത്തേക്കും ഇതിൻ്റെ അകത്തൊരു ഇമോഷൻ ആഡ് ചെയ്യണം. അതായത് ഹാപ്പിനെസ്. ചിരിച്ചുകൊണ്ടായിരിക്കും നിങ്ങൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് പറയേണ്ടത്. അപ്പോൾ പിന്നെ അതുപോലെ നിങ്ങൾക്ക് ഏത് കാര്യത്തിനോടും നന്ദി. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഓക്സിജനോട് നന്ദി പറയാം, അല്ലെങ്കിൽ നിങ്ങൾ താമസിക്കുന്ന വീടിനോട് നന്ദി പറയാം, നിലവിലുള്ള ജോലിയോട് നന്ദി പറയാം. ആ ജോലി ഉള്ളതുകൊണ്ട് എനിക്ക് വരുമാനം കിട്ടുന്നുണ്ട്, ആ വരുമാനം ഉള്ളതുകൊണ്ട് എനിക്ക് പല കാര്യം ചിലവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അങ്ങനെ റീസണും പറയും. ചിരിച്ചുകൊണ്ടായിരിക്കും നിങ്ങളിത് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ബ്രെയിനിനകത്ത് നല്ല ഗുഡ് കെമിക്കൽസ് റിലീസ് ചെയ്യും. തീർച്ചയായിട്ടും നിങ്ങളിത് ചെയ്ത് നോക്കുക. ഗ്രാറ്റിറ്റ്യൂഡ് ഭയങ്കര സിമ്പിളാണ്, ബട്ട് പവർഫുൾ ആയിട്ടൊരു ടെക്നിക്കാണ്.